السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കാണാം: ഇന്നൽ മഅസിയത ഇദാ ഖഫിയത് ലം തദുറ ഇല്ലാ സാഹിബഹ. ഒരു തിന്മ അത് ഗോപ്യമായി കഴിഞ്ഞാൽ, അത് രഹസ്യമായി ചെയ്തു കഴിഞ്ഞാൽ, ലം തദുറ ഇല്ലാ സാഹിബഹ, അത് ചെയ്ത വ്യക്തിക്കല്ലാതെ അത് യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല. ഒരാൾ രഹസ്യമായി തിന്മ ചെയ്തു, ആരും കാണാതെ, ആരും അറിയാതെ, ആരോടും അത് ഷെയർ ചെയ്യാതെ ഒക്കെ തിന്മ ചെയ്താൽ അത് ആ വ്യക്തിക്ക് മാത്രമാണ് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത്. വൈദ ഉഅ്ലിനത് ളറത്തിൽ ഖാസത വൽ ആമ്മ, അതെങ്ങാനും പരസ്യമാവുകയാണ് എങ്കിൽ, അതല്ലെങ്കിൽ വ്യാപകമാവുകയാണ് എങ്കിൽ, അത് എല്ലാവരെയും പൊതുവായി ആ തിന്മ ബാധിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അതൊരു തിന്മയാണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ അതെന്ത് ചെയ്യും, അത് സമൂഹത്തിൽ പടരും. ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ളതാണ് മ്യൂസിക് എന്ന് പറയുന്നത്. മ്യൂസിക് ഒഴിവാക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നുള്ളത്, അതല്ലെങ്കിൽ മ്യൂസിക് ഒരു തിന്മയാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു എതിർക്കപ്പെടേണ്ടുന്ന, അതല്ലെങ്കിൽ ഇതൊക്കെ ഒരു പരിഗണിക്കപ്പെടേണ്ടുന്ന തിന്മയാണോ എന്നാണ് പല ആളുകളും തിരിച്ചു ചോദിക്കുക. നാളെ ആഖിറത്തിൽ എത്തുമ്പോഴായിരിക്കും അതിൻ്റെ ഗൗരവം എത്രയായിരുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും. കാരണം നിഫാഖ് മനസ്സിൽ മുളപ്പിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു കാര്യമാണ് മ്യൂസിക് എന്നുള്ളത്. അത് പൊതുവൽക്കരിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു, അത് രഹസ്യമായി ചെയ്തു കഴിഞ്ഞാൽ അത് ആ സാഹിബിന്, അത് ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ പ്രയാസം ഉണ്ടാക്കുള്ളൂ. പക്ഷേ അത് പൊതുവായി കഴിഞ്ഞപ്പോൾ അത് എല്ലാവർക്കും അത് ആവുകയും ചെയ്തു. അത് മാത്രമല്ല, അതൊരു തിന്മയാണ് എന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അത് മാറി. എന്നിട്ട് അദ്ദേഹം പറയാണ്: ഇനി ജനങ്ങളെല്ലാവരും ഒരു തിന്മ കണ്ടു, ഒരു തിന്മയാണെന്നറിയാം, പക്ഷേ അവരതിനെ നിഷേധിക്കുന്നത് അല്ലെങ്കിൽ നിരോധിക്കുന്നതിനെ സംബന്ധിച്ച് അവരൊക്കെ അത് ഒഴിവാക്കി, നിരോധിക്കുന്നതിനെ സംബന്ധിച്ച് ഒഴിവാക്കി. കാരണം അത് പറഞ്ഞാൽ ആരും ഒഴിവാക്കാൻ പോകുന്നില്ല, അതല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു മൈൻഡ് വെച്ചുകൊണ്ട് എന്ത് ചെയ്തു, ആളുകൾ ആ തിന്മയെ ഒഴിവാക്കാൻ, തിന്മ എതിർക്കുന്നത് ഒഴിവാക്കാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരിലേക്കുമായിക്കൊണ്ട് അവൻ്റെ ശിക്ഷ അവൻ വ്യാപിപ്പിക്കുന്നതാണ് എന്നും മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. മാത്രമല്ല, പിന്നെ ബനൂ ഇസ്രായേലുകാരെ സംബന്ധിച്ച് അവർ ശപിക്കപ്പെട്ടവരായി മാറി എന്നുള്ളതിനെ സംബന്ധിച്ചും അവരുടെ കാരണമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലൂടെ പറയുന്നത് കാണാം: കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു. അവർ ചെയ്തിരുന്നതായ, അവരുടെ കൗമിൽ ഉണ്ടായിരുന്നതായ തിന്മകളെ സംബന്ധിച്ച് അവർ പരസ്പരം എന്ത് ചെയ്യുമായിരുന്നില്ല, നിരോധിക്കാറുണ്ടായിരുന്നില്ല എന്ന്. പരസ്പരം അവർ തിന്മ ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല, അത് അവൻ ചെയ്തോട്ടെ, എന്നെ ബാധിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇവർ ചെയ്തോട്ടെ, അത് എന്നെ ബാധിക്കുന്നില്ലല്ലോ, ഈ രൂപത്തിൽ അവർ പരസ്പരം എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല, ആ തിന്മയെ നിരോധിക്കാറുണ്ടായിരുന്നില്ല. അത് മുഖാന്തരമാണ് അവർ ശപിക്കപ്പെട്ടത് എന്ന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു തിന്മ കണ്ടാൽ അത് വ്യാപകമാണോ, അതല്ലാതെ അയാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ എന്നൊന്നും ചിന്തിക്കാതെ നമ്മളൊരു തിന്മ കണ്ടാൽ അതിനെ എതിർക്കുക തന്നെ ചെയ്യണം. അത് എതിർക്കുകയും അതിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഇതൊരു തിന്മയാണെന്ന് പറഞ്ഞു കൊടുക്കുകയും അതിനുള്ള ആയത്തും ഹദീസും പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്നാണ് ഈ ഒരു വാക്കുകളൊക്കെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.